ഹായ്, ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിങ് ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നത്. ട്യൂട്ടോറിയൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ചുമ്മാ ക്യാൻവാസിൽ തട്ടിക്കൂട്ടിയൊരു വർക്കാണ്. ചുമ്മാ ഞാൻ കുറേ നാളെ പെയിൻറ്റ് ചെയ്തിട്ട് അപ്പോൾ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളിങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? എങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാനും ഇതേമാതിരി പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പഠിക്കാൻ പോയിട്ടുണ്ട് പണ്ട്. അങ്ങനെ ഒരു 2 കൊല്ലമൊക്കെ പോയി പെൻസിൽ ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. സൺഡേ ബാച്ച് മാത്രമായിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻറ്റിങ്ങായിട്ട് പഠിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷേ നമുക്ക് പെയിൻറ്റിങ് പഠിക്കാൻ സുഖമാണ്. അത്യാവശ്യം വരയ്ക്കാൻ അറിയാവുന്ന, ലൈറ്റായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന ആളാണെങ്കിലും നമുക്ക് ഈ പെയിൻറ്റിങ്ങിൽ മെയിനായിട്ട് നമ്മൾ ബ്ലെൻഡിങ്, അതുപോലെ കളറിൻ്റെ മിക്സിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കതൊക്കെ പഠിക്കാനുള്ള ഏറ്റവും ഫസ്റ്റ്, ഇപ്പം നിങ്ങൾക്ക് പെയിൻറ്റിങ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനറികളിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബ്ലെൻഡിങ് നമുക്ക് മനസ്സിലാവും. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം കളർ ബ്ലെൻഡ് ചെയ്യണതും എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കണം, എത്ര അളവിൽ കൊടുത്താലും നമുക്ക് ഈ ഒരു പ്രൊപ്പോർഷനിൽ കിട്ടുന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. പിന്നെ മേഘങ്ങൾ വരയ്ക്കുക, അങ്ങനത്തേനൊക്കെ ഓരോ ടെക്നിക്കുകളുണ്ട് പെയിൻറ്റിങ്ങിൽ, അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ കുറേ ബ്രഷുകളുടെ കളിയാണ് നമ്മുടെ ആക്രിലിക് പെയിൻറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ബ്രഷുകളാണ്. റൗണ്ട് ബ്രഷ് ഉപയോഗിച്ച് വരച്ച ഒരു തരത്തിൽ കിട്ടും, ഫ്ലാറ്റ് ബ്രഷ് ഒരെണ്ണത്തിന്, പോയിൻറ്റഡ് ബ്രഷ്, അങ്ങനെ ഓരോ കാറ്റഗറി ഓഫ് ബ്രഷസ് ഉണ്ട്. പിന്നെ ഫാൻ ബ്രഷൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ട്രീസൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ലീഫുകളൊക്കെ മാർക്ക് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന നോളേജ് വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഞാനും പെയിൻറ്റിങ് പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇത് വലിയ പെർഫെക്റ്റ് വർക്കൊന്നും അല്ല കേട്ടോ. അത് ഞാൻ സിമ്പിളായിട്ടൊരു 15 മിനിറ്റിൽ തട്ടിക്കൂട്ടിയെടുത്ത് എനിക്ക് വേഗം ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ കുട്ടികൾ ഭയങ്കര ബഹളമായപ്പോൾ എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്കിത് പിന്നെ അതിലിരിക്കാനുള്ളൊരു മടി കാരണം ഞാനത് എന്ത് ചെയ്തു, എനിക്ക് പറ്റുന്ന ഇതിൽ വേഗം ഇങ്ങോട്ട് ഫിനിഷ് ചെയ്തെടുത്തു. കാരണം അതിൻ്റേതായ കുറേ ഒരു അഭംഗിയൊക്കെ ഉണ്ട്. ലീഫിൻ്റെ പെറ്റൽസ് ഒന്നും കറക്റ്റ് ആയില്ല, പിന്നെ ഒരു ബ്ലെൻഡിങ് ഒന്നും കറക്റ്റ് അങ്ങോട്ട് ആയില്ല. പിന്നെ എനിക്കൊരു വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നിയ രീതിയിൽ ഞാൻ അവസാനിപ്പിച്ചതാണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. ആദ്യം വൈറ്റിൽ വൈറ്റിൽ പെറ്റൽസ് കൊടുത്തിട്ട് പിന്നെ ഞാൻ കളറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കേട്ടോ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു രീതിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കാൻ പറ്റും. കുറേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കുറേ ടെക്നിക്കുകൾ നമുക്ക് സ്വന്തമായിട്ട് ലേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആദ്യമായിട്ട് പെയിൻറ്റിങ് ചെയ്ത ആൾക്ക് ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുത്തതല്ലല്ലോ, അവരും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവരുടേതായ ഐഡിയയ്ക്ക് ചെയ്തതല്ലേ. അപ്പം നമുക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു ക്യാൻവാസ് ഒന്നും മേടിക്കണമെന്നില്ല, ഐവറി ഷീറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും, മേടിച്ചതിൽ ചെയ്യാം. ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. മേടിച്ചിട്ടില്ല എന്നല്ല, സ്റ്റോക്കില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ?